ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഗോൾഡിൻ്റെയും യൂറോയുടെയും പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂഷൻ ആയിരിക്കും, അതായത് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രീവിയസ് ഡേ ഇട്ട വീഡിയോസ് മസ്റ്റായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ വിട്ട് കാണാൻ ടൈമുള്ളവർ അല്ലെങ്കിൽ ഈ വീഡിയോ മുതലും കാണാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തുകൊണ്ടും ബെറ്റർ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതാണ്. സോ അപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കും ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡിൻ്റെയും യൂറോയുടെയും ഇന്നത്തെ മൂവ് ആയിരിക്കും പറയാൻ പോകുന്നത്. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പെയർ USD CHF അതേപോലെ AUD/JPY അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ പെയറിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്തായിരുന്നു. ഇന്നലെ കുറച്ച് ഏരിയസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഏരിയയിലൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു പെയറിൻ്റെയൊക്കെ മൂവ് എന്തായിരിക്കും എന്ന് കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഒരു സെബി രജിസ്റ്റേർഡ് ട്രേഡർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഏരിയാസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്ലൈൻഡായിട്ട് എടുത്ത് ബൈയും സെല്ലും ചെയ്യുന്ന അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ പറയുന്ന ഏരിയ നിങ്ങൾ ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് പ്രോപ്പർ റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് ട്രേഡിൽ എൻ്റർ ആവുക. ഓക്കെ, സോ അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് റെക്കമെൻഡേഷൻ പോകുന്നതായിരിക്കും. സോ അങ്ങനെ ഒരുപാട് പേർക്ക് ഡെയിലി ഡയറക്ഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട് എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, സോ എന്തായാലും ചെയ്യല്ലാരും. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് ഗോൾഡിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഏരിയ മാർക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. ഫ്രൈഡേ നമ്മൾ മാർക്ക് ചെയ്ത സപ്ലൈ ആണ് ഈ കാണുന്നത്. ഇവിടെ മാർക്കറ്റ് വന്ന് റിയാക്ഷൻ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് വന്നു, റിയാക്ഷനൊക്കെ തന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡംബായി ഇന്നലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഏഷ്യ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയായിരുന്നു ഏഷ്യ ഹൈ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ ഈ ഒരു ഏഷ്യ ഹൈ എടുത്തിട്ട് മുകളിലൊരു സപ്ലൈ ഉണ്ട് മാർക്കറ്റ്, മുകളിലായിട്ട് ഒരു സപ്ലൈ കാണാൻ പറ്റും. ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈയിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് റിയാക്ഷൻ തന്നിട്ട് താഴേക്ക് പോകുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് സെല്ലായി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്തായി സെല്ലായി. ഓക്കെ, പ്രോപ്പറായിട്ട് ടാപ്പ് ആയില്ല. എന്നാൽ കൂടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാം. നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് സെല്ലായി പോയി. ഓക്കെ, സോ എനിക്ക് എൻട്രി കിട്ടിയില്ല. കാരണം ഞാൻ വെയിറ്റ് ചെയ്തത് മാർക്കറ്റ് ഏഷ്യായി എടുത്തിട്ട് മുകളിലുള്ള സപ്ലൈയിൽ നിന്ന് സെല് ചെയ്യാനാണ്. അപ്പോൾ എനിക്കവിടെ എൻ്റെ കൺഫർമേഷൻ, എൻ്റെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻട്രി നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എൻട്രി കിട്ടിയിട്ട് താഴെ പറയാം. ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോയി. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ബൈയിങ് ഏരിയ എന്ന് പറയുമ്പം ഒന്ന് ഈ ഒരു ബൈയിങ് ഏരിയ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് നമ്മൾ പറഞ്ഞത് അതായത് മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഏഷ്യയിലും എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റ് താഴേക്ക് ഡയറക്റ്റ് പോയിട്ട് ഇവിടുന്ന് ബൈ ആയിട്ട് ഈ സപ്ലൈയിലേക്ക് പോകും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡിലേക്ക് വരാതെ ഡയറക്റ്റ് സപ്ലൈയിലും പോകണ്ടേ, ഇവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പായിട്ട് താഴേക്ക് തന്നെ വന്നു. ഓക്കെ, സോ അങ്ങനെ താഴേക്ക് വന്നു. ഈ ഡിമാൻഡ് മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കൺഫർമേഷൻ തരാതെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫെയിലായി. അവിടെ കൺഫർമേഷൻ തരുമ്പോൾ മാത്രമേ എൻട്രി ഉള്ളൂ, അല്ലെങ്കിൽ നോ എൻട്രി. സോ കൺഫർമേഷൻ ഇല്ല. പിന്നെ നമ്മൾ അടുത്ത ഒരു ഡിമാൻഡ് പറഞ്ഞത് ഇതാണ്. സോ ഇതാണ് ലാസ്റ്റ് ഡിമാൻഡ്. ഇവിടെ കൺഫർമേഷൻ നോക്കാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ആയില്ല. അതായത് ഈ ഡിമാൻഡിൽ പ്രോപ്പറായിട്ട് ടാപ്പ് ആവാതെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് ഒരു പ്രോപ്പർ കൺഫർമേഷനും ഇല്ല. ഓക്കെ, സോ ഞാനത് 1 മിനിറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷനും ഇല്ല. ഞാൻ ഈ ഏരിയ കണ്ടായിരുന്നു. ഇത് സംഭവിച്ച ഏഷ്യയിലായിരുന്നു, കാണിച്ചു തരാം. ഏഷ്യൻ സെഷനിലായിരുന്നു ഒരു മൂവ് നടന്നത്. ഓക്കെ, ഏഷ്യ ഓപ്പൺ ആയ സമയത്താണ് ഒരു മൂവ് വന്നത്. അപ്പോൾ ഏഷ്യയിൽ ചെറിയൊരു പമ്പ് തന്നായിരുന്നു, ഒരു അപ്പ് ട്രെൻഡ് അല്ല ഒരു മൂവ് തന്നായിരുന്നു ഗോൾഡ്. അതായത് നമ്മളിവിടെ എടുക്കുമ്പം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് വന്നു, ഇതാണ് സപ്ലൈ, താഴെ വന്നു. പക്ഷെ ഇത് ബ്രേക്കായി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി നോക്കാം. മീൻസ് ഇവിടെ ഒരു എൻട്രി വെച്ചിട്ട് നോക്കാം. ഞാൻ നോക്കാതിരുന്നത് എനിക്കിതിൽ SL പിപ്പ് ഒരുപാട് വെക്കണം. നമുക്ക് ഏകദേശം 2200 പിപ്പ് വരും. അതെൻ്റെ റിസ്ക് മാച്ചായില്ല ആ ഒരു പിപ്പ്. ഓക്കെ, സോ അതുകൊണ്ട് എനിക്കിത് എടുക്കാനും പറ്റില്ല. ഇനി എടുത്താൽ തന്നെ എൻട്രി ബ്രേക്ക് ചെയ്യാനാവും. കാരണം നമ്മൾ എന്തായാലും എൻട്രി എടുത്ത് റൺ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ ആക്കും. അങ്ങനെ ആക്കിയാലും നമുക്ക് 0 ലോസിൽ 0 പ്രോഫിറ്റ് ട്രേഡ് ക്ലോസ് ആകും. ഓക്കെ, സോ ഇതൊരു പ്രോപ്പർ എൻട്രി അല്ല. കാരണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് വരുന്നത്. നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും. 50 മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സപ്ലൈസ് ആണ് കൺട്രോളുള്ളത്, ഡിമാൻഡ് അല്ല. ഡിമാൻഡൊക്കെ ഫെയിൽ ആവാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഈ ഒരു ലോ എന്തായാലും എടുക്കും. ഓക്കെ, ഈ ലോ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് മാർക്കറ്റ് അതേപോലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, ഈ ലോ എടുത്തു. ഓക്കെ, സോ ഇനിയിപ്പോഴുള്ള ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റിയാണ്. സോ ഈ കാണുന്ന മൊത്തം ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ നോക്കുന്ന ഹെവി റിസ്ക് ആണ്. ബൈ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ബൈ നോക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ വരുന്നതിൻ്റെ വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ബൈ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ നോക്കിയിട്ട് മുകളിലേക്ക് ബൈ അടിക്കാം. ഓക്കെ, സോ ഇതാണ് പ്ലാന്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലാൻ ഇതാണ് ഗോൾഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് പല പ്ലാനായിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. 4 അവർ നമ്മൾ ക്യാൻഡിൽ തിയറി വെച്ച് നോക്കുമ്പോഴും
ഈ ഒരു സെറ്റപ്പ് കാണുന്നുള്ളൂ. മീൻസ് ഇവിടെ ഇപ്പം കാണാൻ പറ്റും ഒരു 4 ഹവറിൻ്റെ ക്യാൻഡിലെ ലോൺ ഇപ്പോൾ സ്വീപ്പ് ചെയ്ത്. സോ അത് നല്ലൊരു സ്വീപ്പാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെറിയൊരു മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിൽ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡേ ക്യാൻഡിലിൻ്റെയും ഒരു പ്രീവിയസ് ഡേ അല്ല, ഒരു 2 ദിവസം മുമ്പുള്ള ക്യാൻഡിലിൻ്റെ ലോൺ ഇപ്പോൾ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബൈ മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്ലൈ വരെ ടാർഗറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം ഒരു വാലിഡ് സപ്ലൈ ആയിട്ട് പറയാൻ ഇല്ല. ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സപ്ലൈ ഉണ്ട്. സോ ഇതൊക്കെ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി വർക്കാവാൻ പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ കൺഫർമേഷൻ മസ്റ്റായിട്ട് നോക്കുക. പിന്നെയുള്ള സപ്ലൈ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിലായിട്ടൊരു സപ്ലൈ ഉണ്ട്, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ നോക്കാം, സെല്ല് നോക്കാം. ഓക്കെ, സോ ഈ 2 ഏരിയയിൽ സെല്ല് കൺഫേം ചെയ്യാം. ഇത് മേ ബി ലിക്വിഡ് ആയിട്ട് മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു സെല്ല് ഓൾറെഡി വർക്കായിരുന്നു ഞാൻ കാണിച്ചത്. ഓക്കെ, അത് ഞാൻ ഒരു 1 മിനിറ്റ് കാണിച്ചു തരാം. ഈ ഏരിയ വന്നത് എന്ന് കാണിച്ചു തരാം. ഏഷ്യയിലാണ് വന്നത്. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ബൈ പ്രോപ്പറല്ല, പിപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മുകളിൽ നോക്കുമ്പം ഒരു ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം ഈ ഏരിയ മൊത്തം. ഓക്കെ, സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നാൽ ഒരു ചെറിയ സെല്ല് കിട്ടാൻ ചാൻസ് എനിക്കറിയായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ബൈ എടുക്കാം. അത് മീൻസ് ഇങ്ങനെ ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സെല്ല് നോക്കാമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് എന്താ വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു, മുകളിൽ സപ്ലൈ വെച്ചു, സ്ട്രെയിറ്റ് ആയിട്ട് വന്നു, എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഡിമാൻഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് സെല്ല് നോക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മാർക്കറ്റ് വന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് പോയി സപ്ലൈ ടാപ്പ് ചെയ്തിട്ട് താഴെ പോയിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി അവിടെ ഫെയിൽ ആയി, കാരണം നമുക്ക് എൻട്രി എടുക്കാൻ ഏരിയ ഇല്ല. ഓക്കെ, പിന്നെയുള്ള സപ്ലൈ എന്ന് പറയുമ്പം നമുക്കിപ്പം ഇവിടെ ഒരു സപ്ലൈ ഉണ്ട് 3 മിനിറ്റിൽ. പക്ഷേ ഞാൻ എൻട്രി ഇട്ട് വെച്ചിട്ടില്ല, കാരണം എനിക്ക് ഡൗട്ടായിരുന്നു അത് അങ്ങോട്ട് മാർക്കറ്റ് വരുന്നു. സോ അവിടെ എൻട്രി സപ്ലൈ ഉണ്ട്. പിന്നെ മാർക്കറ്റ് വന്നത് പ്രോപ്പറായിട്ടൊരു ഏരിയ ഇല്ല, ജസ്റ്റ് ഇവിടെ ഏതൊക്കെ ഒരു ഏരിയയിൽ ഇതേപോലെ ട്രിഗറായിട്ട് മാർക്കറ്റ് താഴേക്ക് പോയി. ഓക്കെ, സോ സ്ട്രൈറ്റ് താഴേക്ക് പോയി. താഴേക്ക് പോകുന്ന ഐഡിയ വന്നായിരുന്നു ഏഷ്യയിൽ, പക്ഷേ എൻട്രി പ്രോപ്പറായിട്ട് കിട്ടിയില്ല. ഓക്കെ, സോ അങ്ങനെ ഇപ്പം ട്രേഡ് താഴെ പോയി, ഗോൾഡ് താഴെ പോയി. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഏരിയ നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ബൈ ഇല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹൈ എങ്ങാനും ബ്രേക്ക് ആയതിനു ശേഷം ഒരു ബൈ സെറ്റപ്പ് നോക്കാം. ഇപ്പോൾ ഡയറക്റ്റ് ബൈ എടുക്കുന്ന റിസ്ക്കാണ്, കാരണം ലണ്ടൻ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ലണ്ടൻ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മേ ബി ലണ്ടൻ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ സെറ്റപ്പ് നോക്കുന്നതെങ്കിൽ ബെറ്റർ. ഇന്നലത്തെ വോളിയം പക്ക വീക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ US ബാങ്ക്സ് എല്ലാം ഓഫായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല വോളിയത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, ഈ US സെക്ഷനിൽ വോളിയം വളരെ വീക്കായിരുന്നു, വോളിയം ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. ഓക്കെ, സോ അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങളവിടെ നിന്ന് ബൈ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ SL നോക്കുകയാണെങ്കിൽ എനിക്ക് 2000 1500 പിപ്പൊക്കെ വരും. അപ്പോൾ ഇതെനിക്ക് നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡിൽ അങ്ങനെ ട്രേഡ് എടുക്കാറില്ല. വളരെ ചെറിയ മൈന്യൂട്ട് എൻട്രി കിട്ടുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അത് അത്രയും നമ്മൾ ചെറിയ എൻട്രി, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഏരിയ വന്നു, മാർക്കറ്റ് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ എൻട്രി വെക്കുന്നത് ചെറിയൊരു ഡിമാൻഡ് ഇങ്ങനെ മാർക്ക് ചെയ്യും, ഇതവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. ഇങ്ങനെ ലിമിറ്റ് ഓർഡർ ഇടും, ലൈക്ക് ഇതേപോലെ ലിമിറ്റ് ഓർഡർ ഇട്ട് ചെറിയ SL. ഓക്കെ, ചെറിയ രീതിക്ക് SL ഇങ്ങനെ വെക്കും. 600 700 SL വെച്ചിട്ട് ടാർഗറ്റ് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. 1:4 5 ജസ്റ്റ് ഇങ്ങനെ ഈ റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഓക്കെ, ഗോൾഡിൽ അങ്ങനെ എൻട്രി നോക്കാറില്ല, അത് എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ നോക്കുള്ളൂ. സോ ഇങ്ങനത്തെ വലിയ പിപ്പ് വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറേ പേർക്ക്. ഓക്കെ, സോ നിങ്ങളെ ഫണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 5K 10K ഒക്കെ ഫണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ 0.01 ലോട്ടറി യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ റിസ്ക് ഒരു $20 $30 ഒക്കെ വരും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ പ്ലാൻ. അപ്പോൾ താഴെ നമ്മൾ മാർക്ക് ചെയ്ത ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വരുന്നതിനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഇവിടെ വന്നാൽ പോലും ഞാൻ പറഞ്ഞ പോലെ ചെറിയ മൈന്യൂട്ട് എൻട്രി മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അങ്ങനത്തെ എൻട്രി മാത്രമേ നോക്കുള്ളൂ, ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ചെറിയ 1 മിനിറ്റിലും 3 മിനിറ്റിലൊക്കെ എൻട്രി ഒക്കെ ചെയ്യാം, വർക്കൗട്ടൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ PP ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയാൽ ചെറിയ റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ട്രേഡ് ക്ലോസ് ചെയ്യാൻ, വലിയ ട്രേഡും കിട്ടും, വലിയ അതായത് 1:10 20 ഒക്കെ ഹോൾഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്യാറില്ല, അത് തുടങ്ങണം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ആ സെറ്റപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ റിസ്ക് റൗണ്ടിൽ ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അത് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് അടുത്ത പേർ നോക്കാം. ഈ യൂറോ യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം 4 അവർ എടുക്കാം, 4 അവർ അല്ല 1 ഡേ എടുക്കാം. ഓക്കെ, സോ 1 ഡേയിൽ ഇതൊരു പ്രോപ്പർ ലിക്വിഡിറ്റി ലോ ആണ്. ഓക്കെ, സോ ഈ ലോ മാർക്കറ്റ് മസ്റ്റായിട്ട് എടുത്തിട്ട് മാത്രമേ മാർക്കറ്റ് മുകളിൽ പോകുള്ളൂ. ഈ ലോ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് വർക്കായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുക അപ്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്സൈഡുള്ള ഈ ഈക്വൽ ഹൈ ആയിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു നല്ലൊരു ഹെവി ബൈ നിങ്ങൾ ഒരു 1:20 30 40 അങ്ങനെയൊക്കെ റിസ്കോടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ മാർക്കറ്റ് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ അതിൻ്റെ അടുത്ത് ട്രേഡ് കിട്ടും, ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ നമുക്ക് 4 അവർ എടുക്കാം. 4 അവറിൽ
നമ്മൾ സ്റ്റിൽ മാർക്ക് ചെയ്ത് വരുന്ന ഡിമാൻഡ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഡിമാൻഡ് നമ്മൾ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടേക്ക് മാർക്കറ്റ് വരും, ഇവിടുന്ന് ബൈ കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ഒരു ലോ എന്ന് പറയുന്നത് നമ്മുടെ എൻ എഫ് പി ന്യൂസ് വന്ന സമയത്തുള്ള ലോ ആണ്. അത് മാനിപ്പുലേഷനിൽ വന്ന ഒരു ലോ ആണിത്. ഓക്കെ, സോ മാർക്കറ്റ് എന്തായാലും എടുക്കും. സോ അത് വിചാരിച്ചത് കഴിഞ്ഞ ഫ്രൈഡേ ഉള്ള ന്യൂസിൽ എടുക്കുന്നതാണ്, പക്ഷേ അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോയി, ഓപ്പോസിറ്റാണ് പോയി. സോ അപ്പോൾ ഇനിയിപ്പോൾ അത് എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്ലാൻ എന്തായി നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക പറഞ്ഞ പ്ലാന് മാർക്കറ്റ് ഈ ഒരു സപ്ലൈയിൽ, ഓക്കെ ഞാൻ 5 മിനിറ്റ് എടുത്ത് കാണിക്കാം, നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ഏഷ്യ ഹൈ. ഓക്കെ, ഇത് ഏഷ്യ ഹൈയും ഇത് ഏഷ്യ ലോ ആയിരുന്നു. അപ്പോൾ രണ്ടും കാണാൻ പറ്റും. മാർക്കറ്റ് വളരെ വീക്കായിരുന്നു ഇന്നലെ, അപ്പോൾ സൈഡ് വൈസ് ആയിരുന്നു ഫുള്ള്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഏഷ്യ ഹൈ എന്തായാലും മാർക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ ലോ എടുക്കും, രണ്ടും എടുക്കേണ്ടതാണ്. കാരണം സൈഡ് വൈസ് ആയതുകൊണ്ട് ലിക്വിഡിറ്റി ആയിരിക്കും മാർക്കറ്റ് ബേസിക്കലി ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, വലിയ മൂവ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ മുകളിലൊരു സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ സപ്ലൈയിൽ മാർക്കറ്റ് നല്ല ടാപ്പായിട്ട് താഴേക്ക് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ മാർക്കറ്റ് ഈ സപ്ലൈ ടാപ്പ് ആവാതെ തന്നെ ഏഷ്യ ഹൈ എടുത്തതിന് ശേഷം ഡയറക്റ്റ് ഫാളായി. ഓക്കെ, സോ ഇതിൽ കൺഫർമേഷൻ ഉണ്ടോ വെച്ചാൽ നിങ്ങൾക്ക് ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഇത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ എവിടെയും സപ്ലൈ നോക്കി സെല് ചെയ്യാം. പക്ഷേ ഞാൻ നോക്കിയിട്ടൊരു പ്രോപ്പർ സപ്ലൈ ഇവിടെ കണ്ടില്ല. ഓക്കെ, എന്ന് കാണാൻ പറ്റും, ഒരു പ്രോപ്പർ സപ്ലൈ ഇല്ല. അതുകൊണ്ട് തന്നെ ട്രേഡും ഇല്ല. കാരണം നമ്മൾ വെറുതെ ചാടിക്കയറി ബ്ലൈൻഡായിട്ട് എൻട്രി എടുക്കുന്ന കാര്യമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടോ വെച്ചാൽ ഇങ്ങനെ ഒരു സപ്ലൈ ഉണ്ട്, പക്ഷേ ഇതൊരു പ്രോപ്പർ സപ്ലൈ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണം ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇത് ഞാൻ എൻ്റെ സെറ്റപ്പിൽ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്തു, എൻട്രി സ്കിപ്പ് ചെയ്തു. സോ അങ്ങനെ മാർക്കറ്റ് താഴേക്ക് ഫോളായി ഇപ്പം താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ലോൻ്റെ അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഈ ലോ മാർക്കറ്റ് എന്തായാലും ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ബ്രേക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡിമാൻഡിൽ വന്നിട്ട് ബൈ ആവും, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു അപ്സൈഡ് മൂവ് കാണിക്കും. അതായത് ഇതേപോലെ മാർക്കറ്റ് നമ്മൾ ഈ ഡിമാൻഡിൽ വരുന്നതിന് മുന്നേ തന്നെ ഈ ലോ മാർക്കറ്റ് എടുത്തതിന് ശേഷം ഒരു അപ്സൈഡ് മൂവ് കാണിച്ചിട്ട് മുകളിലേക്ക് സപ്ലൈ ടാപ്പായിട്ട് വീണ്ടും ഫേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ട് ഈ എക്സ്ട്രീമിൽ നിന്ന് പിന്നെയും ബൈ ആവും. ഓക്കെ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏഷ്യ ഹൈ ലോ നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാണ് ഏഷ്യ ലോ, ഓൾറെഡി മാർക്കറ്റ് എടുത്തു. ഇനി ഏഷ്യ ഹൈ ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ ഏഷ്യ ഹൈ ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ അത് മാർക്കറ്റ് എന്തായാലും എടുക്കേണ്ടതാണ്. കാരണം ഏഷ്യ ലോ എടുത്ത സ്ഥിതിക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നത്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, ഇവിടെ സപ്ലൈ കാണാൻ പറ്റും. ഇവിടെ മേ ബി മാർക്കറ്റ് വർക്കാവും, അല്ലെങ്കിൽ മാർക്കറ്റ് പോയിട്ട് മുകളിൽ ഈ ന്യൂയോർക്കിൽ ക്രിയേറ്റ് ചെയ്തൊരു സപ്ലൈ ഉണ്ട്. സോ ഇവിടെ പോയിട്ട് മാർക്കറ്റ് ടാപ്പ് ആവും. ഓക്കെ, സോ മേ ബി അത് ന്യൂയോർക്ക് തന്നെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഇതേപോലെ മാർക്കറ്റ് ഇപ്പം പുഷ് ചെയ്തിട്ട് നേരെ പുഷ് ചെയ്യുന്നു മുകളിലേക്ക്, ലണ്ടൻ അവിടെ നിന്ന് പുഷ് ചെയ്തിട്ട് ന്യൂയോർക്കിൽ ഈ മാർക്കറ്റിൽ സെല്ലായിട്ട് ഈ ഒരു ലോയിലേക്ക് വരാം. ഓക്കെ, സോ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ബൈ നോക്കുന്നതായിരിക്കും ബെറ്റർ. അത് റിസ്ക് ഉണ്ട്, കാരണം മാർക്കറ്റ് നിലവിൽ ഈ ലോൻ്റെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ലോ എന്തായാലും മാർക്കറ്റ് എടുക്കും. ഓക്കെ, അത് എപ്പോൾ എടുക്കും നമുക്കറിയില്ല. ഒന്നൊക്കെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ലോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ലോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം, അല്ലെങ്കിൽ ലോ എടുത്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ ഡിമാൻഡ് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബൈ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറോൻ്റെ പ്ലാൻ. അതുവരെ നിങ്ങൾ ഒന്നും ചെയ്തിരിക്കുകയെങ്കിൽ ബെറ്റർ. ഒരു സപ്ലൈ വരുമ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാം, കാരണം ഇപ്പോൾ മാർക്കറ്റ് സെല്ലിലാണുള്ളത്, ലോ ടൈം ഫ്രെയിമിൽ സെല്ലിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സപ്ലൈയിൽ സെല്ല് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലൊക്കെ സപ്ലൈയിൽ സെല്ല് ട്രൈ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സോ ബാക്കി ഏരിയയൊക്കെ നിങ്ങൾക്ക് SL കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരു പ്രോപ്പർ ഏരിയ അല്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ഏരിയസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക പ്രോപ്പറായിട്ട്. അത് നിങ്ങൾക്ക് GBP USDയുടെ ഒരു എൻട്രി ഇന്നലെ വന്നൊരു എൻട്രിയാണ്. അത് എക്സാമ്പിളായിട്ട് ഇന്നലെ പറയാൻ മറന്നുപോയി, കാരണം മിസ് ചെയ്തു. ഓക്കെ, സോ ഇതിൽ ഇന്നലത്തെ ഏഷ്യയിൽ മാർക്കറ്റ് ഇവിടെ ടാപ്പായി മോർണിംഗ്. സോ ഞങ്ങൾക്ക് സെഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സെക്ഷൻസിൽ ഏഷ്യയുടെ ടാപ്പായി. ഓക്കെ, ഈ ഡിമാൻഡ് ഞാൻ ഓൾറെഡി ഏഷ്യയിൽ ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബൈ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതായത് ഏഷ്യയിൽ നിന്ന് ബൈ അടിച്ചിട്ട് ടാർഗറ്റ് മുകളിൽ വരെ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, മുകളിൽ നിങ്ങൾക്കൊരു ഡേ ഹൈ ആണ് കാണുന്നത്. ഈ ഡേ ഹൈൻ്റെ ലോ ആണ് ഡേ ഹൈൻ്റെ ഈ ഒരു ലൈനാണ് മുകളിൽ കാണുന്നത്. ഓക്കെ, സോ ഇത് മാർക്കറ്റ് എടുക്കുന്ന എനിക്ക് ഏകദേശം കൺഫേം ആയിരുന്നു, 99% ഉറപ്പായിരുന്നു. അതോടൊപ്പം ഇവിടെ ഏഷ്യ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചാൽ ഏഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണ്, ഇവിടെ നിന്ന് ഡയറക്റ്റ് ബൈ അടിച്ചിട്ട് ഇവിടെ ചെറിയ രസലൊക്കെ വെച്ചിട്ട് സെറ്റപ്പിൽ നേരെ മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാം, ഒരു 1:4 കിട്ടുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ ഞാനത് എൻട്രി എടുത്തില്ല. ഓക്കെ, സോ ഞാനത് എടുക്കാണ്ട് വെച്ചു, കാരണം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് സിംഗിൾ ഡിമാൻഡാണ്, മേ ബി ഇത് ജസ്റ്റ് ഒന്നൊരു വിക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാലും പണിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ കൺഫർമേഷൻ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവിടെ ഏഷ്യൻ്റെ ലോ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഏഷ്യ ലോ എന്ന് പറയുന്നത്. ഇത് 3 മിനിറ്റ് ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഏഷ്യൻ ലോ കാണാൻ പറ്റും. സോ ആ ഏഷ്യൻ ലോ ലണ്ടൻ ഓപ്പൺ ആവുന്നതിന് മുന്നേ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും, നമുക്ക് ചെറുതായിട്ട് മാർക്കറ്റ് അവിടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, സോ ചെറുതായിട്ട്, ഓക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവില്ല, ചെറുതായിട്ട് സ്വീപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ റീസെൻറ്റ് സപ്ലൈ എന്ന് പറയുമ്പം ഇതൊന്നും സപ്ലൈ ആയിട്ട് എടുക്കേണ്ട, കാരണം ഇത് പ്രോപ്പർ സപ്ലൈ അല്ല. ഓക്കെ, ഇതാണ് സപ്ലൈ. ഇത് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു.
ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ഡിമാൻഡ് ഓക്കെ ഈ ഡിമാൻഡിൽ പ്രോപ്പർ കിടിലം ബൈ ഉണ്ടായിരുന്നു. ഞാനത് എൻട്രി ഇട്ട് വെക്കാൻ വിചാരിച്ചാണ്, പക്ഷേ ആ സമയത്ത് വേറെ എന്തോ പണിക്ക് പോയിട്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ ഇവിടെ ഇതായിരുന്നു എക്സ്പെക്ട് ചെയ്ത് എൻട്രി കുറച്ച് എസ് താത്തിച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ഹൈയിലേക്ക്. ഓക്കെ സോ അതൊരു 1:8 റിസ്ക് റോഡിലുള്ള ട്രേഡായിരുന്നു. പക്ഷേ ഞാനത് എൻട്രി ഇട്ടൊക്കെ മറന്നു. ഓക്കെ അങ്ങനെ ട്രേഡ് മിസ്സായി. സോ നല്ല ട്രേഡായിരുന്നു. ഓക്കെ നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. സോ അത് മിസ്സായി. ഓക്കെ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എൻട്രി ഒക്കെ വരും നിങ്ങൾക്ക് മാർക്കറ്റിൽ. നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഏഷ്യ ഹൈയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് സ്വീപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റി അവിടെയാണ് പ്രോപ്പറായിട്ട് പെൻഡിങ് കിടക്കുന്നത്. അവിടേക്ക് മാർക്കറ്റ് എന്തായാലും മൂവ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ ലിക്വിഡിറ്റി പെൻഡിങ് കിടക്കുന്ന മുകളിലുള്ള ഈ ഒരു ഹൈയിലേക്കാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് അങ്ങോട്ട് പോയിട്ട് പോകുന്ന ഉറപ്പായിരുന്നു. പിന്നെ പോയിട്ട് സെല്ലാവുമെന്ന് അറിയായിരുന്നു, പക്ഷേ സെല്ല് ഞാൻ നോക്കിയില്ല. ഓക്കെ സോ അപ്പോൾ ഇതായിരുന്നു ഇന്നലെ GBBയിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്, ഈ ലണ്ടനിലുണ്ടായിരുന്ന മൂവ്. നല്ല മൂവ് ആയിരുന്നു. ഇന്നലെ GBBയിൽ മാത്രമേ ഒരു പ്രോപ്പർ മൂവ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഷോക്കായിരുന്നു. ഓക്കെ സോ അങ്ങനെ പല പേരിലും പല മൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂറോയും ഗോൾഡും മാത്രം വാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂറോയിലും ഗോൾഡിലും ഒരു പ്രോപ്പർ സെറ്റപ്പ് കിട്ടുന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ പെയർ നോക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു 1-2 പേരിൽ മാസ്റ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പേരിലും ചെക്ക് ചെയ്യാം എൻട്രീസ്. ഓക്കെ അപ്പോൾ നമ്മൾ USD CHF എന്ന് പറഞ്ഞ പേരിൽ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് സെല്ല് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു ഹൈ എടുത്തിട്ട് സെല്ലാവും, അല്ലെങ്കിൽ മുകളിലൊരു സപ്ലൈ ഉണ്ട്, ഈ സപ്ലൈ നിന്ന് സെല്ലാവെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം നമുക്കൊരു സ്ട്രെച്ചർ ഷിഫ്റ്റ് വന്നു. ഞാൻ കാണിച്ചുതരാം. ഇവിടെ 3 മിനിറ്റ് നോക്കി കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബ്രേക്ക് ആയി. ഓക്കെ ഇതാണ് ലാസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിമാൻഡ് മീൻസ് ഇവിടെ മുകളിൽ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ എടുക്കാത്തതിന് കാരണം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തത് ഈ ഒരു ലോ ആണ്. അത് ഇവിടെ നിന്നുള്ള ബൈയിങ് ആണ്. ഈ ഒരു ഹൈ ഇവിടെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് മീൻസ് ജസ്റ്റ് വിൽക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ മുകളിൽ താഴേക്ക് വന്നു. പിന്നെയും അത് ഈ ഒരു ഏരിയയിലുള്ള റീസെൻറ്റ് ഡിമാൻഡാണ് ഈ ഒരു ഹൈ വരെ പോയത്. ഓക്കെ ഹൈ കാരണം. ഓക്കെ അപ്പോൾ ഈ ഡിമാൻഡ് എന്തായാലും ബ്രേക്ക് ആവണം. അതായിരിക്കും പ്രോപ്പർ കൺഫർമേഷൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഇതും എടുക്കാൻ കൺഫർമേഷൻ ആയിട്ട്. പക്ഷേ ഞാൻ എടുത്തത് കുറച്ചുകൂടി താഴെയുള്ള ഈ ഒരു ഡിമാൻഡാണ്. കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇവിടുന്ന് ബൈ ആയിട്ട് മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ബ്രേക്കാൻ വെയിറ്റ് ചെയ്ത്. സോ അങ്ങനെ ഈ ഏരിയ ഇവിടെ ബ്രേക്ക് ആയതിനു ശേഷം മുകളിൽ ഒറ്റ സപ്ലൈ ഉള്ളൂ. ഓക്കെ വേറെ സപ്ലൈ ഒന്നും കാണുന്നില്ല. അതും പ്രോപ്പറായിട്ട് ഓക്കെ പ്രോപ്പർ സപ്ലൈ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെല്ലിട്ടത്. ഓക്കെ മാർക്കറ്റല്ല ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചു. ഇവിടുന്ന് ലിമിറ്റ് ഓർഡർ ഇട്ട് കുറച്ചും താത്തി, അതായത് സപ്ലൈ ഉള്ളത് ഈ ഒരു ഏരിയ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ താത്തിയിട്ടാണ് ഞാൻ എൻട്രി ഇട്ട് വെച്ചത്. പക്ഷേ അടുത്ത് വരെ ജസ്റ്റ് എന്ത് 1 പിപ്പോ ആ രീതിക്ക് മാർക്കറ്റ് അത് എടുക്കാതെ പോയി. ഓക്കെ സോ ടാർഗറ്റ് 1:7 ഉണ്ട്, പക്ഷേ ഞാനൊരു 1:4 അടുത്ത് സംടൈംസ് ക്ലോസ് ചെയ്യും. ഓക്കെ അപ്പോൾ ഇതായിരുന്നു എൻട്രി. ഓക്കെ ഇപ്പോൾ ഇതിപ്പം റൺ ആവേണ്ട ട്രേഡായിരുന്നു ഇത് ഇന്നലെ എൻട്രി കിട്ടിയിരുന്നെങ്കിൽ, പക്ഷേ മാർക്കറ്റ് വരാതെ പോയി. ഓക്കെ സോ ലിക്വിഡിറ്റിയും ഉണ്ടായിരുന്നു. അത് ഈ ഒരു ബ്രേക്ക് ആയതിനു ശേഷം മാർക്കറ്റ് കുറച്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, താഴേക്ക് പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും താഴേക്ക് പുഷ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഓൾറെഡി ഒരു സപ്ലൈ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ സപ്ലൈ ടാപ്പായി മാർക്കറ്റ് മുകളിലേക്ക് എന്ന് പറഞ്ഞു, പക്ഷേ സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഓക്കെ അപ്പം ഇവിടുത്തെ ഡിമാൻഡ് ബ്രേക്കായി, എന്നിട്ടൊരു മാനിപ്പുലേഷൻ മൂവ് മുകളിലേക്ക് പോയി, എന്നിട്ട് താഴേക്ക് തന്നെ മാർക്കറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ മാർക്കറ്റ് വരാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഡിമാൻഡിലേക്കാണ്. അപ്പോൾ ഈ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വരേണ്ടതാണ്. ഓക്കെ അപ്പോൾ ഒരു വെയിറ്റ് അവിടെ ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് ബൈ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ സോ ഡിമാൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് ബൈ നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ സെല്ല് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ എന്തായാലും നോക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ സോ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. സോ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. സോ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈ കാണാൻ പറ്റും. ഓക്കെ സോ പക്ഷേ ഹൈ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ ഓൾറെഡി മിറ്റിഗേറ്റ് ആണ്. പിന്നുള്ളൊരു ഹൈ എന്ന് പറയുമ്പം 50 മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഹൈ ഓൾറെഡി മിറ്റിഗേറ്റ് ആണ്. ഓക്കെ സോ വേറെ ഹൈ ഒന്നും കാണുന്നില്ല. വേണമെങ്കിൽ 3 മിനിറ്റ് എടുക്കാം. 3 മിനിറ്റ് ഒരു ഹൈ ഉണ്ട്, പക്ഷേ അത് റിസ്ക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കൺഫർമേഷൻ നോക്കി എടുക്കാം. ഓക്കെ ഇവിടെ ഒരു OB ഉണ്ട്. ഓക്കെ ഒരു സപ്ലൈ ഉണ്ട്. ഇവിടെ മേ ബി മാർക്കറ്റ് റിയാക്ട് ചെയ്യാം താഴേക്ക്. ഓക്കെ സോ സെല്ലായിട്ട് താഴേക്ക് വരാനുള്ള ചാൻസ് കാണുന്നത്. പക്ഷേ എന്തായാലും നോക്കുക. ഓക്കെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്യാം താഴെ ഡിമാൻഡിൽ വന്നതിന് ശേഷം. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ എൻട്രി കാണുന്നില്ല, സെല്ല് കാണുന്നില്ല. ഓക്കെ ഓൾറെഡി മിറ്റിഗേറ്റ് ആയി വരുന്ന ഏരിയാസാണ്. പിന്നെ ഇപ്പോൾ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്, ഇപ്പോൾ മാർക്കറ്റ് ഇത് മിറ്റിഗേറ്റ് ആക്കിയില്ലല്ലോ, ഇപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറി മിറ്റിഗേറ്റ് ആക്കിക്കൂടാന്ന്, അതിനും ചാൻസ് ഉണ്ട്. ഓക്കെ പിന്നെ മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഈ ഒരു സപ്ലൈ മിറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള സപ്ലൈ മുകളിലുണ്ട്, അത് മിറ്റിഗേറ്റ് ചെയ്ത് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇത് രണ്ടും പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഏരിയയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി നോക്കാം. ഓക്കെ അപ്പോൾ ഇതാണ് USD CHFൻ്റെ പ്ലാന്. അടുത്ത പ്ലാൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ AUD JPYൻ്റെ പ്ലാനാണ്. അപ്പോൾ ഇത് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് 1 ഡേ ചാർട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നു. 1 ഡേ അല്ല 4 അവർ. ഓക്കെ 4 അവർ ചാർട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ ഒരു ഫുൾ സപ്ലൈ ആണ്, ഫുൾ ബോഡി സപ്ലൈ ആണ്. അപ്പോൾ ഈ സപ്ലൈയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യും. അതേപോലെ ഇവിടെ 4 അവറിൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ട്, അതിൻ്റെ ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് 4 അവറിൻ്റെ ഈ സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു സെൽ മൊമെൻറ്റം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ലോ എന്ന് പറയുമ്പം ഈ ലോ ആണ്. ഓക്കെ ഈ ലോ ആണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ സെല്ലായി ഈ ലോ എടുക്കും.
എന്നിട്ട് താഴെ വീണ്ടും ഒരു ഡിമാൻഡ് ഉണ്ട്, ഇവിടുന്ന് മാർക്കറ്റ് ബൈ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് EUD JPYൻ്റെ പ്ലാന്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ സെല്ലാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഞാൻ എൻട്രി നോക്കി, പക്ഷേ എൻട്രി ഇതും മിസ്സായ ഒരു എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഈ ലൈൻ എന്ന് പറയുന്നത് 4 ഹവറിൻ്റെ ഹോബിയാണ്. അതേപോലെ തന്നെ 4 ഹവറിൻ്റെ ഹൈ, ഒരു 4 ഹവർ ക്യാൻഡിലിൻ്റെ ഒരു ഹൈ ആണ്. ഓക്കെ, അത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ബോഡി ക്ലോസ് ആണ്, നോ പ്രോബ്ലം. പക്ഷേ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ റീസെൻ്റ് ഡിമാൻഡ് മാർക്കറ്റിലൂടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെയും താഴേക്ക് തന്നെ പോയി, കുറച്ച് താഴേക്ക് പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ താഴേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ തിരിച്ച് കയറി മുകളിൽ എസ്സിൽ അടിയിടുകയാണ്. അങ്ങനെയല്ല, മാർക്കറ്റ് ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. സോ ഈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിന് മുകളിലേക്ക് വന്നിട്ട് ആ ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്തിട്ട് താഴേക്ക് പോകാനാണ്. ഓക്കെ, സോ പെൻഡിങ് ഓർഡർ എടുക്കാനാണ്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഞാനവിടെ എൻട്രി ഇട്ട് വെച്ചു. അത് 50 മിനിറ്റ് എൻട്രി ഞാൻ നോക്കി, കാരണം ഞാൻ വിചാരിച്ചു ഇനി 5 മിനിറ്റ് എടുത്താൽ ചിലപ്പോൾ എൻട്രി മിസ്സാവും വിചാരിച്ചിട്ട് 50 മിനിറ്റിൻ്റെ ഫുൾ ക്യാൻഡിൽ ബോഡി എടുത്തിട്ട് ഞാൻ അവിടെ സെല്ലിട്ടിട്ട് ഇവിടെയാണ് സെല്ല് വെച്ച്. ഓക്കെ, ഏകദേശം ഇവിടെ സെല്ല് വെച്ചു, SL മുകളിൽ വെച്ചു. എന്നിട്ട് ടാർഗറ്റ് ചെയ്തത് 1:4 ഈ ഡിമാൻഡ് വരെ. ഓക്കെ, ഈ ഡിമാൻഡ് ടാർഗറ്റ് 1:6 ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇതും ജസ്റ്റ് ഇത് കുറച്ച് ഒരു 2-3 പിപ്പിൻ്റെ വ്യത്യാസത്തിൽ എൻട്രി എടുക്കുന്ന മാർക്കറ്റ് പോയി. ഓക്കെ, അപ്പോൾ ഇന്നലെ 2 നല്ല എൻട്രിയാണ് മിസ്സായി, 2 അല്ല 3 എൻട്രി. ഓക്കെ, USD CHF, GBP USD, അതേപോലെ തന്നെ EUD JPY 3 എൻട്രി. ഓക്കെ, സോ അത്യാവശ്യം നല്ല റിസ്ക് റോഡുള്ള എൻട്രി ആയിരുന്നു, അത് 3 മിസ്സായി. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരുപാട് എൻട്രീസ് മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്കത് എല്ലാം നോക്കി എന്താ പറയുക എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഏരിയയിൽ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിൽ റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അത് ബ്രേക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ റീസെൻ്റായിട്ട് മാർക്കറ്റ് മുകളിലുള്ളൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇതൊന്നും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നല്ല, ഇത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ്, ബോഡി ക്ലോസ് അല്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒന്നും കൂടെ കുറച്ച് മുകളിലേക്ക് കയറി മേ ബി സപ്ലൈയിൽ പിന്നെയും ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് തന്നെ പോകാനുള്ള ചാൻസ് കാണുന്നത്. ഓക്കെ, സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെല്ല് നോക്കാം, ഞാൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഡയറക്റ്റ് അല്ല, കൺഫർമേഷൻ നോക്കണം അവിടെ, കാരണം അതൊരു പ്രോപ്പർ സെൽ കൺഫർമേഷൻ അല്ല. ഓക്കെ, കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെയുള്ള ഈ ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ലോ എടുത്താൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ്പ് സൈഡ് മൂവ് കാണിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് വരെ പോകും, എന്നിട്ട് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് EUD JPYൻ്റെ പ്ലാന്. നമ്മുടെ NST USD മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞൊരു സപ്ലൈ. ഓക്കെ, സോ ഈ ഒരു സപ്ലൈ നമ്മൾ പറഞ്ഞു, ഈ ഒരു സപ്ലൈ സെല്ലാന്ന് പറഞ്ഞു, പക്ഷേ മാർക്കറ്റ് സപ്ലൈ ബ്രേക്ക് ചെയ്തിട്ടാണ് സെല്ല് ചെയ്തത്. ഓക്കെ, സോ ഞാൻ എൻട്രി നോക്കിയില്ല, കാരണം ഞാൻ പറഞ്ഞു ഇന്നലെ മാർക്കറ്റ് കുറച്ച് മോശമായിരുന്നു വോളിയം, അതുകൊണ്ട് സെല്ല് നോക്കിയില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നതിന് ശേഷം സപ്ലൈ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ നിങ്ങൾക്കുള്ള റീസെൻറ്റ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് വരുന്നത് ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ്, അതായത് ഇവിടെ ഉള്ളൊരു സപ്ലൈ. ഓക്കെ, സംതിങ് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ മേ ബി നിങ്ങൾക്ക് സെല്ല് കിട്ടാം, പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് ഇതിപ്പോൾ വാച്ച് ചെയ്തിട്ടില്ല, ഇന്നലത്തെ ഒരു ഇതിൽ പറയുന്നതാണ്. 4 ഹവർ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഹൈ ഉണ്ട്. ഓക്കെ, സോ എടുത്തിട്ട് മേ ബി മാർക്കറ്റ് സെല്ലാവാം താഴേക്ക്. ഓക്കെ, 1 ഡേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ ചാർട്ട് എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 1 ഡേ ക്യാൻഡിലിനുള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ആവുന്നത്, ഈ ഒറ്റ സിംഗിൾ ക്യാൻഡിലിനുള്ളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ആവുന്നത്. അപ്പോൾ രണ്ടും ലിക്വിഡിറ്റിയാണ്, ഇതിൻ്റെ ഹൈയും ലോയും ലിക്വിഡിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് ഏതെങ്കിലും സൈഡ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലോ എടുക്കാനാണ്, കാരണം ഈ ലോ എടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് ലൈക്ക് യൂറോ പോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യും. സോ മുകളിലുള്ള ഹൈ വരെ മാർക്കറ്റ് പോകും. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പോൾ വളരെ അപ് ട്രെൻഡ് ആണുള്ളത് ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ട് എൻട്രി എടുക്കാം. ഓക്കെ, മുകളിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ ഹൈ. ഓക്കെ, ഹൈ ലിക്വിഡിറ്റിയാണ്, ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലുള്ള സപ്ലൈ ടാപ്പായി പിന്നെ താഴേക്ക് തന്നെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വരുന്നത് എന്താ പറയുക, ഈ താഴെയുള്ള ഈ ഡിമാൻഡിലേക്കായിരിക്കും. ഇവിടെ ലിക്വിഡിറ്റി ലോ ഉണ്ട്, ആ ലോ എടുത്ത് താഴെ ഡിമാൻഡ് വരും, ഡിമാൻഡിൽ നിന്ന് ബൈ ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതാണ് NST USD നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്. സോ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് എൻ്റർ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്ന പെയറിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ പെയറിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു USD JPY, GBP JPY, USD CAD ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. യൂറോ JPY അങ്ങനെ കുറച്ച് പേരിൽ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്.